എനിക്ക് കിട്ടിയതിൽ മറ്റൊരു നല്ല ബുക്ക്. പൊതുവെ ഈ ഷോർട്ട് സ്റ്റോറീസിന്റെ ബുക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പ്രണയം അല്ലെങ്കിൽ സൗഹൃദത്തിന്റെ പല വേർഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് ഈ ഒരു പുസ്തകത്തിൽ എനിക്ക് അത്തരം ഒരു പ്രണയം അല്ലെങ്കിൽ സൗഹൃദത്തിനെ കാണാൻ സാധിച്ചതേയില്ല. ഒരാണിന്റെ സെക്ഷൽ ഫാന്റസിയിൽ ഒരു പെണ്ണിന്റെ ശരീരത്തെ വലിച്ചു കീറുമ്പോൾ പെണ്ണ് അനുഭവിക്കുന്ന വേദനയും ആണ് അനുഭവിക്കുന്ന രതിമൂർച്ചയുടെ സുഖവും വിശദീകരിച്ചുകൊണ്ടാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. സ്നേഹത്തിനും സൗഹൃദത്തിനും അപ്പുറം ഇങ്ങനെയും കഥകൾ എഴുതാമെന്നത് നിങ്ങൾ ഈ ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പുതിയ കാലത്തേക്ക് കുതിക്കുന്ന പുതുതലമുറയിലെ ആളുകൾക്ക് പഴമയെയും പൈതൃകങ്ങളെയും അത്രമേൽ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം പഴയ മനുഷ്യരെയും അവരുടെ ജീവിതത്തെയും എഴുത്തിലൂടെ കാണിച്ചു തരികയാണ് എഴുത്തുകാരൻ ഈ ബുക്കിലൂടെ. പിന്നെ പ്രണയത്തെക്കുറിച്ച് എഴുത്തുകാരന്റെ കാഴ്ചപ്പാടിൽ ഇതിൽ പറയുന്ന കുറച്ച് വരികളുണ്ട്. പ്രണയം എന്നത് ഒരു ലഹരിയാണ്. അത് രണ്ട് ശരീരങ്ങൾ തമ്മിൽ ഉരയുമ്പോൾ ഉണ്ടാവുന്ന ചൂടിൽ നിന്നല്ല, അകലെയാണെങ്കിലും അടുത്തു നിൽക്കുന്ന രണ്ട് ആത്മാക്കളിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് പെൺ ട്രയാർക്കി. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാൻകൈൻഡ് ആണ്. ചെറുകഥകളുടെ ഒരു സമാഹാരം, ഒരു കിടിലം ബുക്ക്.